പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. യൂത്ത് ലീഗ് മൊയ്തീൻ കുഞ്ഞി കണ്ണാട് സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, സെക്രട്ടേറിയറ്റ് മെമ്പർ MA ഇബ്രാഹിം സാഹിബ്. നമ്മുടെ ജില്ലയിലുള്ള യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ MLA അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാധാന്യമാണ്. കാരണം ജാതീയപരമായ ഉച്ചനീചത്വങ്ങൾ, അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ ഒന്നുണ്ടായിരുന്നു. 1920 മുമ്പ് ഹിന്ദു എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉള്ളത് തീയനും പറയനും അതുപോലെ തന്നെ ബ്രാഹ്മണനും നായരും നമ്പ്യാരൊക്കെയായിരുന്നു. നമ്മളെക്കാൾ നവോത്ഥാന ചിന്തകളുള്ള ബംഗാളിൽ അതിന് മുമ്പ് തന്നെ ചിന്താപരമായ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തെ തൊട്ടുണർത്തിയ ഒരു വാക്കായിരുന്നു കേരളം ഭ്രാന്താലയമാണ് എന്നുള്ള സ്വാമി വിവേകാനന്ദൻ എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെ. വീണ്ടും ആ അവസ്ഥയിലേക്ക് കേരളം പോവുകയാണോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയത്, കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കരുത് എന്ന്. ഇത് കേരളത്തെ മാത്രം ഒറ്റപ്പെട്ടെടുത്തുകൊണ്ട് 3 കോടി ജനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേക്കും ചിലപ്പോൾ 45 ആവും. ആ തരത്തിലാണ് ഇവിടെ നമ്മുടെ ജനസംഖ്യാ വർധനവ് സംഘടിപ്പിക്കുന്നത്. ആ രാജ്യം ലോകം മുഴുവനും തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ വ്യവസായ പുരോഗതിയോ അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിയോ അല്ല, നമ്മുടെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അതായത് ഹിന്ദുക്കൾ 65%, 26% മുസ്ലിങ്ങൾ, 19% ക്രിസ്ത്യാനികൾക്ക് തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മണ്ണാണ് കേരളത്തിലേത്. ലോകത്ത് എവിടെയും തന്നെ ഇങ്ങനത്തെ ഒരു സന്തുലനമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. 3 പ്രധാനപ്പെട്ട മതങ്ങൾ നടത്തുന്ന ഒരു പ്രദേശം എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മത, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയും അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയും ഇവിടെയാണ്. നമ്മൾ പലപ്പോഴും തന്നെ അറിയാതെ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. നമ്മൾ ഇത്തരം ഭീഷണമായ ഘട്ടത്തിൽ ഒരു മതേതര പക്ഷത്തിന്റെ കൂടെയാണല്ലോ എന്നുള്ള ഒരു സമാധാനത്തോടു കൂടി. അതോടൊപ്പം തന്നെ ദേശീയ തലത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു ചർച്ചക്കും സംവാദത്തിനും സ്കോപ്പില്ല എന്നുള്ളതാണ്. ആ വശമാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ വിശദീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ സമയത്ത് ചർച്ചിൽ പറയുണ്ടായി. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ഒരിക്കലും തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഹിന്ദുക്കൾ എന്നല്ല പറഞ്ഞത്, ഹിന്ദു മഹാസഭയും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം ഉണ്ടാവും അവിടെ. അതോടുകൂടി ചിഹ്ന ഭിന്നമാവും. ഗാന്ധിജിയെ പോലുള്ള നെഹ്റുവിനെ പോലുള്ള കാലഘട്ടത്തെ കൈക്കുമ്പിളിച്ച വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവരൊക്കെ പറഞ്ഞ് ചർച്ചയിൽ പറഞ്ഞത് ഈ നേതാക്കന്മാർ എന്നും ഉണ്ടാവണമെന്നില്ല, അവരുടെ കാലശേഷം ഇവിടെ എന്തു സംഭവിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് നിരീക്ഷകര് ന്യൂയോർക്ക് പത്രത്തിന്റെ എഡിറ്ററൊക്കെ പറയേണ്ടായി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു 60 സ്വാതന്ത്ര്യം കിട്ടിയ 10-20 പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. അത് ചരിത്രത്തിലെ മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ 1500 വർഷത്തെ ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥിയായി ഞാൻ പറയും അത് പാകിസ്ഥാന്റെ രൂപീകരണം, ഇന്ത്യയുടെ വിഭജനമായിരുന്നു എന്നുള്ളതാണ്. അതായത് 3 കോടി ജനങ്ങൾ അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ചിഹ്ന ഭിന്നമായി ചിതറേണ്ടി വന്നു എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്നും തന്നെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിലെ അവിടെ പാകിസ്ഥാനും ഇവിടെ ഇന്ത്യയും വന്ന സമയത്ത് ഇത്ര നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് ജവഹർലാലാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാം, നമ്മുടെ നെഹ്റുവിന് അറിയാം ഇന്ത്യയുടെ അവസ്ഥ വളരെ പോക്കാണ്. 1950 അവിടെ കാശ്മീർ, അവിടെ പാകിസ്ഥാനിലും ഇന്ത്യയിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കുറെ ഉണ്ടാക്കാൻ വേണ്ടി
നെഹ്റു ഇവിടുന്ന് അയച്ചിരിക്കുന്നത് നമ്മുടെ ചൗധരി ഖാലിഖുസ്സമാനി എന്ന് പറയുന്ന ബംഗാളിലെ വലിയ മുസ്ലിം ലീഗ് നേതാവിനെയായിരുന്നു. പക്ഷേ അവിടെ പോയ ഖാലിഖുസ്സമാൻ പിന്നെ തിരിച്ചു വന്നില്ല. അദ്ദേഹം അവിടെ തന്നെ ആയി, പിന്നീട് അവിടുത്തെ നേതാവായി ഭരണത്തിലേക്ക് കയറുകയുണ്ടായി. എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് 1950 മെയ് 2-ാം തീയതി എല്ലാ മുഖ്യമന്ത്രിമാർക്കും നെഹ്റു ഒരു കത്തയച്ചു. ആ കത്തിൽ പറയുന്നത്, challenge is there not so much from Pakistan but from those of our own people who can only think and act on the strictly communal base. നമ്മുടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്. പക്ഷേ ആ വെല്ലുവിളി പാകിസ്ഥാനിൽ നിന്നല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള വർഗീയവാദികളിൽ നിന്ന്. വർഗീയപരമായി മാത്രം ചിന്തിക്കാൻ മനസ്സുള്ള ഒരുപറ്റം കോൺഗ്രസ്സുകാരിൽ നിന്ന്. അദ്ദേഹം അന്ന് പറയുന്ന far more than dangerous than the communists of minority. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത തുല്യതയല്ല. കാരണം ഭൂരിപക്ഷ വർഗീയത ഏറ്റവും അപകടകരമാണ്. അതിന് കാരണം ന്യൂനപക്ഷം വർഗീയപരമായി ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അത് സംഭവം when the minority communities are communal you can see that and understand it. പെട്ടെന്ന് കാണാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. But the communalism of the majority community is apt to be taken for a nationalism. ഈ ഭൂരിപക്ഷ വിഭാഗം വർഗീയതയായി നീങ്ങുന്ന സമയത്ത് ഒരിക്കലും വർഗീയത എന്ന് പറയില്ല, അത് ദേശീയതയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വിശ്വ പരിഷത്തിനൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ്. BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ന് കൊയ്യുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് വിതച്ചതാണ്. ആദ്യമായി ഭൂരിപക്ഷ വർഗീയത പരീക്ഷിച്ച ആരാണെന്ന് ചോദിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. 1972 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പായ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സാഹിബ്. 80 കാലഘട്ടത്തിൽ ഞങ്ങൾ അലിഗഡ് പഠിക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ പോയപ്പോൾ അത് കണ്ടു. അദ്ദേഹം ഗർജിക്കുകയാണ്. ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ഈ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളഞ്ഞതിനെതിരെ. MC ചഗ്ലയായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം അൾട്രാ സെക്യുലറിസ്റ്റാണ്. പക്ഷെ ചഗ്ല തന്നെ പിന്നെ എഴുതുകയുണ്ടായി. എന്നോട് ശ്രീമതി ഇന്ദിരാഗാന്ധി അപ്പോൾ പലപ്പോഴും ചോദിക്കുകയായിരുന്നു, ഇതിന്റെ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളഞ്ഞാൽ മുസ്ലിങ്ങൾ മുഴുവൻ തന്നെ രോഷാകുലരാവില്ലേ. സ്ട്രവൈസേഷനും അങ്ങനെ കുറെ സംഭവം വന്നപ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലായി ഇവിടെ ഒരു ഹിന്ദു ഫാക്ടർ ഉണ്ട്. 1980 ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു. തിരിച്ചു വരാൻ ഏക കാരണം RSSന്റെ വോട്ടായിരുന്നു. ചരിത്രകാരൻ S. ഗോപാരി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ എഴുതുകയുണ്ടായി, ഇവിടെ ഒരു ഹിന്ദു വോട്ട് എന്ന് പറയുന്നുണ്ട് എന്ന് 1980 മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം വന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്. രാജീവ് ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി കൊല്ലപ്പെടുന്നു, ബാബരി മസ്ജിദ് ദുരന്തം ഉണ്ടാകുന്നു. ഇങ്ങനെ ദുരന്തങ്ങളുടെ പരമ്പരയാണ്. ഹിന്ദു മഹാസഭ, പിന്നെ RSS ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഭരണം തിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു? ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ അറിയോ, 2024 84% വർഗീയ കലാപം കൂടിയിരിക്കുന്നത്. ഇവിടെ 84%. 59 വർഗീയ കലാപം ഉണ്ടായി. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലാണ്, രണ്ടാമത് UP-യിലാണ്. എങ്ങനെ ഉണ്ടായി? കാരണം പുതിയ ലോക്സഭ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്ന സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി. നിരവധി പേർ കൊല്ലപ്പെട്ടു. സംഭവം കൊല്ലപ്പെട്ടു മാത്രമല്ല, 1930-കളിൽ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ജർമ്മനി, അല്ലെങ്കിൽ മുസോളിനിയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇറ്റലി, ആ കാലത്ത് ആ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയി എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളാണെന്ന് കണ്ടാൽ, ദലിതുകളാണെന്ന് കണ്ടാൽ നാട് റോട്ടിൽ സംഘടിപ്പിക്കുന്നില്ല. പരിപാടി സംഘടിപ്പിച്ച അന്ന് സുലൈമാൻ സാഹിബ് ജയിലിലായിരിക്കും. കാരണം അവരൊക്കെ തന്നെ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവരാണ്. ഒരു ദലിത് കൂട്ടായ്മയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ പോലും പോലീസ് വരും, വൈദ്യുതരും വീട്ടിലേക്ക്. എന്ത് പ്രസംഗിച്ചു എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു സ്വാതന്ത്ര്യമില്ല. ജനാധിപത്യം എന്നുള്ളത്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് വെറും ഒരു മരീചികയായി മാറുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുക. നിങ്ങൾ ചിന്തിച്ച് കണ്ടില്ലേ, ഡിസംബർ നമ്മുടെ റിപ്പബ്ലിക് ഡേ ചെയ്തപ്പോൾ പത്മഭൂഷൺ കൊടുത്ത ഒരാൾ ആരാന്നറിയോ? സ്വാതി ഋതംബരയാണ്.
വിശ്വവിദ്വേഷത്തിന്റെ നേതാവ് ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് നേതാക്കന്മാരോട് കൈകൊട്ടിക്കൊണ്ട് മസ്ജിദ് തോടുതോ, ഒരു ഇടി കൂടി കൊടുക്ക്, പള്ളി പൊളിക്ക് എന്ന് പറഞ്ഞ ഈ വർഗീയവാദി, കൊടും വർഗീയവാദി ആയ സാദി ദിഗംബരക്കാണ് കൊടുത്തിരിക്കുന്നത് പത്മഭൂഷൺ. നമ്മുടെ രാജ്യം എവിടെ എത്തിയിരിക്കുന്നു ചിന്തിച്ചു നോക്കൂ. വർഗീയതയുടെ ഏറ്റവും വലിയ തീക്കട്ടകളാണ് ഇവരൊക്കെ തന്നെ. വിശ്വവിദ്വേഷത്തിന്റെ നേതാവ് RSSന്റെ എല്ലാമാണ്. ഈ നിലക്ക് ഇന്ത്യ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നാളെയോ പാസ്സാക്കാൻ പോകുന്ന വഖഫ് ബില്ല്, വഖഫ് ഭേദഗതി നിയമം കേട്ടാൽ നമുക്ക് വലിയൊരു ഗൗരവമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കുറച്ചുകൂടി പ്രായമുള്ളവർ മനസ്സിലാക്കണം. 1985 ഷാബാനും ബീഗം കേസ് എന്ന് പറഞ്ഞാൽ എന്താ കേസ്? ഷാബാനും ബീഗം എന്ന് പറയുന്ന വിവാഹ മോചിതക്ക് അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ മാസത്തിൽ 125 രൂപ വീതം ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരീഅത്ത് അപകടത്തിൽ, ഖുർആൻ അപകടത്തിൽ നമ്മൾ ജിഹാദ് നടത്തി. പക്ഷേ ഇപ്പൊ നിങ്ങൾ അറിയുന്ന ഒരു പെണ്ണിന്റെ മാത്രം കാര്യം വലിയ ശരീഅത്ത് വിവാദം ഉണ്ടാക്കി, കുറെ സംഘർഷം ഉണ്ടാക്കി. ഇപ്പോൾ എന്ത് ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നിട്ട് ആരാണ് ശബ്ദം ഉയർത്തിയത്? എത്ര പേര് ഉയർത്തി? എന്തേ ഇവിടുത്തെ സമുദായത്തിന്റെ വക്താക്കളൊക്കെ എവിടെ പോയി? പണ്ഡിതന്മാരെവിടെ പോയി? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 2 ലക്ഷം കോടി രൂപയുടെ വഖഫ് സ്വത്തുകളുണ്ട് ഇന്ത്യയിൽ. 2 ലക്ഷം കോടി, ലക്ഷക്കണക്കിന് സ്വത്തുക്കളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉണ്ടാകുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അതിൽ 90% വഖഫ് സ്വത്തുക്കളും തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഒരു ജനതയോട്, ഒരു ഗവൺമെന്റിനെ എങ്ങനെ ക്രൂരത കാണിക്കാൻ പറ്റും, ആ ക്രൂരത മുഴുവൻ തന്നെ വരാൻ പോവുകയാണ്. നിങ്ങൾ അറിയോ, അവിടെ പലസ്തീനിൽ സംഭവിച്ചത് തന്നെയാണ്. 1918 ബാൾഫോർ ഡിക്ലറേഷന് ശേഷം അവിടെ ജൂതന്മാർ വരാൻ തുടങ്ങി. അറബികളോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം നമുക്ക് തരണം, അല്ലെങ്കിൽ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങണം. അങ്ങനെ എല്ലാം തന്നെ ഓരോന്നായി ആ വിഭാഗത്തെ വാസ്തുഹാരികളാക്കി മാറ്റി. ഇംഗ്ലീഷ് ഡിസ്പൊസസ്ഡ് എന്ന് പറഞ്ഞു. വീണ്ടത് നഷ്ടപ്പെടുമ്പോഴാണ് അവർ വാസ്തുഹാരികളായ, വസ്തുക്കൾ നഷ്ടപ്പെട്ടവരായി മാറുന്നത്. ഇന്ന് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് അന്ന് അവരുടെ പൂർവീകർ നേരിടേണ്ടി വന്ന അവരുടെ നഖബ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. ഇവിടെയും അത് സംഭവിക്കാം. RSSഉം ഈ പറയുന്ന സയനിസവും ഈ പറയുന്ന ഫാസിസം ഒക്കെ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരെ ഇറ്റലിയിൽ നിന്ന് 1920 കാലഘട്ടത്തിൽ. പക്ഷേ അവിടെ നടന്ന ദുരന്തമാണ് ഇപ്പോഴും ഇവരുടെ മനസ്സിൽ എന്ന് പറഞ്ഞു, വിചാരിച്ചു, അങ്ങനത്തെ പ്രതീതി ഉണ്ടാക്കി, നോബൽ സമ്മാനം കിട്ടി. അതിന്റെ ദുരന്തമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, 50,000 മനുഷ്യന്മാർ കൊല്ലപ്പെട്ടു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം, എന്തുകൊണ്ട് ഇവരെല്ലാം തന്നെ പലസ്തീനിലേക്ക് തിരിയുന്നു? പലസ്തീൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫലപുഷ്ടമായ മണ്ണാണ്. ഫലപുഷ്ടമായ മണ്ണ്. അവിടുത്തെ ഈത്തപ്പഴങ്ങളുണ്ടാവും. പലസ്തീനിൽ ഈത്തപ്പഴം ഏറ്റവും വലിയ ഈത്തപ്പഴമാണ്. ഇമാം ഷാഫിയുടെ ജന്മപ്രദേശ ഇമാം അസ്കലാനി, ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ അസ്കലാനി. പണ്ഡിതന്മാര് മുഴുവനും തന്നെ, പ്രവാചകന്മാർ മുഴുവനും തന്നെ മണ്ണാണ്. നമുക്ക് അതിന്റെ നാഗരിക മഹത്വത്തെ കുറിച്ച് നമ്മൾ ആരും അറിയില്ല. അതുകൊണ്ടാണ് ഇത്ര ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ള മണ്ണാണ്. നമ്മുടെ സൗദി അറേബ്യയിലെ ഹജ്ജ് കൗൺസിലായിരുന്ന മുബാറക്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഞാൻ അവിടെയുള്ള സമയത്ത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റാമല്ലയിലാണ് അംബാസഡറായി പോയത്. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിങ്ങൾ ധാരാളം പച്ചക്കറികൾ നടന്നു, അതുപോലെ തന്നെ പഴങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ അതിന് വേണ്ടത്ര വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? ഒന്ന്, യൂസുഫ് അലി സാഹിബ് വിചാരിച്ചാൽ അവർക്ക് നല്ല മാർക്കറ്റ് കൊടുക്കാൻ പറ്റും. ആ മെസ്സേജ് ഉടൻ തന്നെ യൂസുഫ് അലി സാഹിബ് ഞാൻ അയച്ചു കൊടുത്തു. ഒരാഴ്ച കൊണ്ടൊരു സംഘം അവിടെ പോയി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ റാമല്ലയിലുള്ള ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ലുലുവിന്റെ മാർക്കറ്റുകളിൽ മുഴുവൻ തന്നെ പോകുന്നത് കൊണ്ട് അവർക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിയുന്ന സംഭവം. ഞാനിത് പറയുന്നത് ആ ഒരു ദുരന്ത മേഖലയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിന്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ പത്രം വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അമ്മാവൻ മരുമകനെ കൊല്ലുന്നു, കാമുകയും കൂടി ഭർത്താവിനെ കൊല്ലുന്നു. ഓരോ ദിവസം കൊലയാണ്. ഇത് കണ്ടിട്ട് മൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുക, പുലിയും മാനയൊക്കെ തന്നെ.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതെങ്കിലും ദിവസം ഫസ്റ്റ് പേജിൽ 2-3 കൊലയുടെ വാർത്തയില്ലാത്ത പത്രങ്ങൾ ഇറങ്ങുന്നില്ല. ദുഃഖകരമായ അവസ്ഥ. ബസ്സിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ കത്തിക്കുത്ത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുക. അത് മാത്രമല്ല, 8-9 ക്ലാസ്സിലെ കുട്ടികളും മദ്യത്തിന്റെ അതുപോലെ തന്നെ ലഹരിയുടെ അടിമകളാ. ഭ്രാന്താലയത്തിന്റെ അപ്പുറത്തൊരു ഭ്രാന്താലയം മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭരണകൂടം അതിൻ്റെതായ റൂള് ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം ഒരിക്കലും തന്നെ ആരും പറയുന്നില്ല. നമ്മുടെ മത നേതാക്കന്മാരുടെ ശ്രദ്ധ മുഴുവനും തന്നെ ആണും പെണ്ണും തമ്മിൽ ഇടകലരാൻ പാടുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. മുങ്ങിത്താഴുകയാ. നമ്മളെ അവിടെ കൊടുത്തു. പക്ഷെ ലീഗുകാർ പോയിട്ടില്ല, ഈ കോൺഗ്രസ്സുകാർ പോകില്ല. ഇവൻ ഞാൻ അവരുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും പോകില്ല. അവർ ഇത്തരം കാര്യങ്ങൾ സാധാരണ താല്പര്യം കാണിക്കുന്നവരാ. എന്താണെങ്കിലും അവർ പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ അവിടെ ജസ്റ്റിസ് നിസാർ കമ്മീഷന്റെ നിസാർ വിളിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഒരിക്കലും തന്നെ അവർ പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം വഖഫ് സ്വത്ത് കട്ടുമുടിക്കുന്നതിൽ 1-ാം നമ്പർ പാർട്ടി മുസ്ലിം ലീഗാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന ജില്ലാ സമ്മേളനം തലശ്ശേരിയിൽ വെച്ച് നടന്ന സമയത്ത് തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ വഖഫിൽ നിന്ന് അവിടെ ഖജനാവിൽ നിന്ന് 50,000 രൂപ ഈ സമ്മേളനത്തിന് വേണ്ടി സംഭാവന നൽകി. എനിക്ക് തോന്നുന്നു PV സൈനുദ്ദീനാണ് അന്ന് മെമ്പർ. മുക്കം യത്തീംഖാനയുടെ 171 ഏക്കർ സ്ഥലം മൊയ്നാജി വേറെ ചെറിയൊരു ഷോപ്പിന് വേണ്ടിയിട്ട് വിറ്റ് കൈമാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മുനമ്പ സ്വത്ത് മുസ്ലിംസ് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ ഒരു വഖഫ് സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടാവില്ല. നിങ്ങളെ ഈ പള്ളിയൊക്കെ വഖഫ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോന്ന് സംശയം. അതായത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ആധാരമില്ലാത്ത ഒരൊറ്റ വഖഫും വഖഫല്ല. വഖഫ് ഓറൽ വാക്കുകൊണ്ടുള്ള വഖഫല്ല. അല്ലെങ്കിൽ വഖഫ് സാധാരണ ഒരു കിണറ് അതെല്ലാവരും തന്നെ ഉപയോഗിച്ചതുകൊണ്ട് അത് വഖഫാവും. അതുമേ വഖഫല്ല. ആ തരത്തിലുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവസാനം ഇന്നലെ ഉബൈസി, ഞാൻ അഭിനന്ദിക്കുന്നത്, മണിക്കൂർ മുമ്പാണ് അവർക്ക് കൊടുത്തത് ഇതിന്റെ റിപ്പോർട്ട്. 4 മണിക്കൂർ കൊണ്ട് മറുപടി തരണമെന്ന് പറഞ്ഞു. 300ഓളം പേജ് വരുന്ന മറുപടി ഉബൈസി മാത്രം കൊടുത്തത്. ഭാഗ്യത്തിൽ നമ്മുടെ മുസ്ലിം ലീഗ് കമ്മിറ്റി പോലും ഇല്ലാത്തതാണ്, ആരും കയറ്റിയിട്ടില്ല. പക്ഷേ ഉവൈസി പറഞ്ഞു, ആ പാർലമെന്റിന്റെ മുമ്പേ ഒരു പള്ളിയുണ്ട്, അത് സെട്ടുസായൊക്കെ പള്ളി, ആ പള്ളിയിലാണ് പോവാറ്. ആ പള്ളി പോലും തന്നെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അതൊന്നും തന്നെ വഖഫിൽ രജിസ്റ്റർ ചെയ്യാത്ത പള്ളിയാണ്. കേരളത്തിൽ എത്രയോ പള്ളികളുണ്ട്, മക്കാമുകളുണ്ട്, ശ്മശാനങ്ങളുണ്ട്, അതൊന്നും തന്നെ വഖഫ് ചെയ്തതല്ല. ഉദാഹരണമായിട്ട് അവിടെ കോഴിക്കോട്ട് 12 ഏക്കർ വരും. കാരണം പള്ളി, ശ്മശാനം, അതൊക്കെ പൊതു ശ്മശാനമാണ്. ഇങ്ങനെ വലിയ ദുരന്തം വരാൻ പോകുന്നുണ്ട്. ഈ ദുരന്തത്തെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഇതൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. നമ്മൾ ഇവിടെ പെണ്ണു ആണു എത്ര അടി മാറി നിൽക്കണോ എന്നൊക്കെ ചോദിച്ചു. ആ ചർച്ച വന്ന സമയത്ത് ഇന്നലെ PMA സലാമിന്റെ വക ഇതുവരെ ഇത് പണ്ഡിതന്മാരുടെ തർക്കങ്ങളും മതവിധികളും വരുന്ന സമയത്ത് പുച്ഛിച്ചോടെ തന്നെ അദ്ദേഹം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞ 100% ശരിയായിരുന്നു. എന്തേ, ഈ സലാമിന്റെ പാർട്ടിക്കാരെ ഏതെങ്കിലും ഒരു വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് പള്ളിന്റെ മുറ്റത്ത് ഡാൻസ് ചെയ്യുന്നവരാണ് ഇവര്. ചിന്തിക്കണം, കാസർഗോഡൊക്കെ പ്രത്യേകിച്ചിട്ടും. എന്നിട്ടാണ് പറയുന്നത് ആണും പെണ്ണും മാറി നിൽക്കണം എന്നൊക്കെ. ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ ശോചനീയമാണ്. ഈ കേരളത്തിൽ പോലും തന്നെ ഇത്രയധികം പ്രബുദ്ധരായ മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിട്ട് പോലും തന്നെ കുറെ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അതുപോലെ തന്നെ STP കുറിച്ചുള്ള കുറെ ആരോപണങ്ങളും പരാതികളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനോട് തന്നെ അവിടെ മുഖ്യമന്ത്രിയുടെ PRO ഉണ്ട് അഭിലാഷ്, എൻ്റെ ഒരു സുഹൃത്തു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചത് നാളെ പൂർണ്ണമായ വിശദീകരണം തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഇങ്ങനെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വരുന്ന എല്ലാ പോസ്റ്റുകളുടെയും പരസ്യങ്ങളുടെയും വാർത്തകളുടെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ STP. അല്ലാണ്ട് അതിന്റെ മൗലാന മൗദൂദിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം പണ്ഡിതനായിരുന്നു, ഒരു ചിന്തകരായിരുന്നു, ആധുനിക ലോകത്ത് ഇസ്ലാമിനെ കാഴ്ചവെച്ചൊരു മനുഷ്യനായിരുന്നു. അന്നും ഇത് ഞാൻ 30 വർഷം അവരുടെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് 100% ഞാൻ എതിരാണ് എന്ന് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുമായിരുന്നു സംഭവം. കാരണം അത് സ്ഥാപിച്ചത് പാകിസ്ഥാനിലാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോൾ 2% പോലും അവർക്ക് വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
കാരണം ഈ നെഗറ്റീവായുള്ള പ്രചാരണം നടത്തുന്ന കാര്യത്തിൽ മുൻപന്തിയില്ല. അതിനൊരു ബദൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, LDFന്റെ ഒരു ഭരണകക്ഷിയുടെ കൂടെ നമ്മൾ മാത്രമുള്ള മുസ്ലിങ്ങളായിട്ട്, പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പക്ഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുള്ള സമയത്ത് വേറെ പലതിലും തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് INL സൊട്ടു സാഹിബിന്റെ പാർട്ടിക്ക് ഞാൻ പറയാൻ കാരണം 1995 കാലഘട്ടത്തിൽ ഈ വഖഫ് നിയമം കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ക്രൂധനായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് വന്നിരുന്നില്ല. എന്നോട് പറഞ്ഞു, മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഞാൻ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്, പക്ഷെ ആ ഒരു സീസൺ അദ്ദേഹം നാട്ടിലേക്ക് പോലും വന്നില്ല. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. സംഭവം അദ്ദേഹത്തിൻ്റെതാണ് വഖഫ് നിയമം, അതുപോലെ തന്നെ ഹജ്ജ് നിയമം, മറ്റു ചില മതപരമായ നിയമം. മുഹമ്മദ് അലി ജിന്നയായിരുന്നു ആദ്യത്തെ വഖഫ് നിയമം കൊണ്ടുവന്നത്. നിങ്ങൾ സാധാരണ പറയാറുണ്ട് മുഹമ്മദ് അലി ജിന്ന വലിയ സെക്യുലറിസ്റ്റും മതമില്ലാത്ത അദ്ദേഹം മതമുള്ള ആൾ തന്നെയായിരുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന വഖഫ് അമാനത്തായി നൽകിയ സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. നമുക്ക് ജനാധിപത്യപരമായ ഒരു ജിഹാദ് നടത്തിയേ പറ്റൂ. ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമുക്ക് INL വലിയ ബാധ്യതയുണ്ടെന്ന് മാത്രം ഓർപ്പിക്കുകയാണ്. ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ, പകയുടെ രാഷ്ട്രീയത്തിനെതിരെ, നശീകരണ രാഷ്ട്രീയത്തിനെതിരെ നന്നായി പ്രവർത്തിക്കാനുള്ള അർഹത INL മാത്രമേ ഉള്ളൂ. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് വക നൽകുന്ന ഒരു ഡോക്ടറേറ്റ് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മാട്ടുമൽ ഹസ്സനാജിക്ക് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെച്ച് നൽകി ആദരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കാസർഗോഡ് ജില്ലാ ഇന്ത്യൻ നാഷണൽ ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ആദരിക്കുകയാണ്. അദ്ദേഹത്തെ ഷാളണിയിക്കുന്നതിന് വേണ്ടി നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തുകുഞ്ഞി കടന്നാടിനെ ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് മാട്ടുമൽ ഹസ്സനാജി അവരുടെ ഇതിനെതിരെയുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ക്യാമ്പയിൻ വളരെയധികം സന്തോഷകരമായ രീതിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇത് വൻ വിജയത്തിലേക്ക് എത്തിച്ച നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മക്ക് കൂടുതൽ ശക്തി പകരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നൽകുന്നു. സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ലീഗിന്റെ സംസ്ഥാന ഘടകത്തിൽ നടക്കുന്ന പരിപാടി തുടർച്ചയാണ് നമ്മുടെ വ്യാപാരികളിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സുദീർഘമായി ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ പഴയതുപോലെയല്ല, ഒരു പുതിയ മുഖമാണ് ഇന്ത്യക്കുള്ളത്. ആ പുതിയ മുഖത്തിനകത്ത് നമ്മുടെ പരമ്പരാഗതമായ നേതാക്കന്മാരൊക്കെ ഉണ്ടാക്കിയെടുത്ത മതേതര സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ചായയിലേക്ക് നീങ്ങുമ്പോൾ മതേതര പ്രസ്ഥാനമായ നാഷണൽ ലീഗിനെ പോലുള്ള നമ്മളൊക്കെ എല്ലാ രീതിയിലും നമ്മുടെ മതേതരമോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങളെ ഓരോ ശാഖയിലും പഞ്ചായത്തിലും മണ്ഡലത്തിലേക്ക് 10 മടങ്ങ് ശക്തിയോടുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സന്മനസ്സും ഒരു ഊർജവും നമ്മുടെ യുവത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ ലീഗിന് പഴയ പോലെയല്ല. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, അതേപോലെ കേരളത്തിലകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലിക സംഭവവികാസങ്ങളെ സമയാസമയങ്ങളിൽ അനാവരണം ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതൊക്കെ പൊതുസമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടികളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ യോഗത്തിൽ തന്നെ ഞാനടക്കമുള്ള പഞ്ചായത്തിനകത്തുള്ള അല്ലെങ്കിൽ മണ്ഡലത്തിനകത്തുള്ള മേഖലകളിൽ നിന്ന് എത്ര ആളുകൾ വന്നു എന്ന് നാം ഒരളവോളം വിശകലനം ചെയ്തുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലക്കത്തും ഞാൻ പറഞ്ഞത് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നമ്മുടെ ഇവരുടെ നേതാക്കന്മാരുടെ സംസാരത്തിന് കിട്ടിയ ഊർജങ്ങളെ അത് പ്രതിഫലിക്കത്തക്ക രീതിയിലുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കും മറ്റുള്ളവരെ പോലെ തന്നെ ഏത് മേഖലക്കകത്തും ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ തന്നെ പ്രവർത്തിക്കാനും അതേപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനം ഏറ്റവും ശക്തമായ ജില്ലയാണ് നമ്മുടെ ജില്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ള ജില്ലകൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മുൻകാല ആ പാരമ്പര്യങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ
നമ്മുടെ പാർട്ടി ഒരിക്കലും ഇവിടെ ക്ഷയിച്ചതല്ല, മറിച്ച് നമ്മളിൽ പല മേഖലകളിൽ തന്നെ നിർജീവ വർഗീയ ധ്രുവീകരണത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ക്യാമ്പിനെ ഏൽപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തെ തന്നെ വെട്ടിമുറിക്കുന്ന, രാജ്യത്തിന്റെ തന്നെ വലിയ ഒരു ക്യാൻസറായി മാറിയിരിക്കുന്ന വർഗീയത എന്ന് പറയുന്ന വിപത്ത് ഈ രാജ്യത്തിനെ തുടച്ചു നീക്കാൻ, അത് ഭൂരിപക്ഷമായും ന്യൂനപക്ഷമായും ഇത് ശക്തമായ രീതിയിൽ തുടച്ചു മാറ്റുന്ന രാഷ്ട്രീയ സംസ്ഥമായി നടത്തുന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പൊതുമായ MLA CH കുര്യൻ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ കേരളം ഒരു പ്രാന്തമാകില്ല എന്ന ഈ സെമിനാറിന്റെ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിച്ചു നിർത്തുന്നു. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.